ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്ന വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വന്ന ഒരു ബുദ്ധിജീവി, അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്, ബുദ്ധിജീവിയാണ്, ഭയങ്കര സാറാണ്. പക്ഷെ നമ്മളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അവസാനത്തെ പോരാളി, അവസാനത്തെ പാടൻ, പിന്നെ മരമുണ്ണേഷ് ചിലപ്പോൾ പറയുന്നത് തേച്ച് വിഡിത്തളാണ്. പിന്നെ ഇവൻ ഇന്നലെ ഏറ്റവും അതിൽ പറയുന്നതായിട്ട് ഇവരുടെ അപ്പീലാണെന്ന്, അപ്പീലല്ല, റിട്ട് പെറ്റീഷനാണ് അപ്പീൽ എന്നൊക്കെ പറയുന്നത്. അപ്പീലല്ല, നമ്മൾ ദയാഹർജിയാണ്, നിങ്ങളുടെ ദയാഹർജിയാണ് ഹൈക്കോടതിയിൽ കൊടുത്തത്, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്താണ് റിട്ട് പെറ്റീഷൻ അല്ലെങ്കിൽ എന്താണ് റിട്ട് അപ്പീൽ എന്ന് പോലും തിരിച്ചറിയാൻ അറിയാത്ത ഒരുത്തനാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവൻ വെളിപ്പെടുത്തില്ല. സാധാരണയിലാണെങ്കിൽ ഹൈറിച്ചിലെ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് മൈ ഡിയർ പാർട്ട്നേഴ്സ്, മൈ ഡിയർ ബില്യണേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ മൈ സബ്സ്ക്രൈബേഴ്സോ എന്തോ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യാറ്. എന്നാൽ എന്തിനിവൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉറപ്പാണ് ഇവൻ ആ ഒരു കുറേ ചാനലുകൾ, ഇവൻ്റെ മുന്നത്തെ ചാനലുകളിലൊക്കെ ഇവൻ ഇത്തരം കണ്ടന്റുകളിട്ട് മറ്റുള്ളവരുടെ കണ്ടന്റുകളൊക്കെ ഇട്ടൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവൻ സ്വന്തമായിട്ട് ഈ ഹയർ ചോളികളെ വെച്ചിട്ട് ഒരു ചാനൽ ഉണ്ടാക്കാം, അതിൽ മോണിറ്റൈസേഷൻ ആക്കാം. പിന്നെ അയൂബ് ഖാൻ്റെ ഒക്കെ ചിരകാല സ്വപ്നം പോലെ ഒരു യൂട്യൂബറാണെന്ന്, അയൂബ് ഖാൻ്റെ ഒരു സ്വപ്നമായിരുന്നു പോലും യൂട്യൂബറായിട്ട് ഇത് അറിയപ്പെടണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ വീഡിയോ ഇട്ട് തുടങ്ങിയതെന്നാണ് പറഞ്ഞത്. അത് സാക്ഷാത്കരിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഉദ്ദേശം. പക്ഷേങ്കിൽ ഇവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇവൻ ഒരു വലിയ ലീഡറാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 10-20 ലക്ഷത്തിനടുത്ത് ഉണ്ടാക്കിയവനാണ്, 20 ലക്ഷത്തിനടുത്ത് ഉണ്ടാക്കിയവൻ. എന്നിട്ട് അഭിനയിക്കുന്ന കാരണം ഇത് ഈ പാവപ്പെട്ട ഹയർ ചോളികൾക്ക് ഇൻഫോർമേഷൻ തരുന്ന, നമ്മളൊക്കെ കൊടുത്തത് തെറ്റായത് കൊണ്ട് നേരായ കാര്യങ്ങൾ പറയുന്ന ഒരുത്തൻ, നിഷ്കളങ്കൻ, അല്ലെങ്കിൽ എന്താ പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ദിൽബർ എന്നാണ്. ദിൽബർ എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷയിൽ ഒരു തെറ്റും സംഭവിച്ചില്ല എന്നതാണ് സന്തോഷം. വലിയ ലീഡറാണ്, 20 ലക്ഷത്തിനടുത്ത് സമ്പാദിച്ച ഒരുത്തനാണ്. ഇവൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഐഡിയ ഉണ്ട് താൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഉദ്യമത്തിന് ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഏതാണ്ട് സൈഡായി. അവരൊക്കെ പറയാൻ പറ്റുന്ന കള്ളങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരൊന്നും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരൊക്കെ നമ്മളെ പറ്റിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇവൻ സ്വയം വന്ന് ബഡ്സ് ആക്ട് എന്താണെന്ന് വളച്ചൊടിക്കുന്നത്, കമ്പനി ആക്ട് എന്താണെന്ന് വളച്ചൊടിക്കുന്നത്, കോടതിയിൽ കൊടുത്ത കേസിൻ്റെ ജഡ്ജിമെൻറ്റ് പോലും വളച്ചൊടിക്കുന്നവർക്ക്. അപ്പോൾ എന്തായാലും തുടരുക, നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്.